ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഫോർ എവർ യു പാർട്ട് 2-ൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ടോൺഫനെ മീറ്റ് ചെയ്തിട്ട് തിരിച്ച് ടൈഫൂൺ പോകുന്ന സമയത്ത് ടോൺഫ തന്നെ കിസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ടൈഫൂൺ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ഈ നേരം കൊണ്ട് അവൻ്റെ മാസ്കും ക്യാപ്പും എല്ലാം തന്നെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുന്ന ടൈമിന് ടോൺഫ അവനെ കോൾ ചെയ്യുന്നുണ്ട്. ആ സമയം ടോൺഫ അങ്ങനെ തന്നെ കണ്ടുപിടിച്ചു. അങ്ങനെയാണ് കോൾ ചെയ്യുന്നതെന്ന് കരുതിയിട്ട് അവൻ ചുറ്റിലും ഒന്ന് നോക്കുന്നുണ്ട്. എന്നാൽ ടോൺഫ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും ടോൺഫ ടൈഫൂണിനോട് ഈ ഒരു ബ്രേക്കിന് നീയാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല ഞാൻ ഇവിടെ തന്നെയാണ് നിൽക്കാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെയാണെങ്കിൽ ബ്രേക്കിന് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, നീ വീട്ടിലേക്ക് വരുന്നുണ്ടോ, അച്ഛനും അമ്മയും നിന്നെ കാണുന്നതിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് ടൈഫൂൺ ആണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ പിന്നെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ടോൺഫ മതി പതുക്കെ പറഞ്ഞാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഇന്നത്തെ ദിവസം നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ ഭയങ്കര നല്ലൊരു ദിവസമായിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ടോൺഫയിൽ നിന്നൊരു കിസ്സൊക്കെ കിട്ടിയല്ലോ. ടോൺഫയും മനഃപൂർവ്വം ചോദിച്ചതായിരുന്നു. എന്നിട്ട് ടോൺഫയോടും അതേ ചോദ്യം ചോദിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ദിവസമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അടുത്ത ദിവസം രാവിലെ തന്നെ ക്ലാസ്സിലേക്ക് ഫോമും പിന്നെ ടൈഫൂൺ എത്തുന്നത് ഭയങ്കര ലേറ്റായിട്ടാണ്. അതും എക്സാം ഉള്ളൊരു ദിവസം. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവർ ഓടി വന്ന് കയറുന്നുണ്ട്. ടേർ ഓൾറെഡി എക്സാം ഹാളിൽ കയറിയിരുന്നിട്ട് പേപ്പർ വാങ്ങിച്ചിങ്ങനെ ഇരിക്കുകയാണ്. ഇവർ പെട്ടെന്ന് ഇങ്ങനെ വന്നിരിക്കുന്നതും ടൈഫൂണിനോട് ടേർ നീ എന്താ ലേറ്റായി എന്ന് ചോദിക്കുന്നുണ്ട്. അത് താൻ ഉറങ്ങിപ്പോയതാണെന്ന് പെട്ടെന്ന് ടൈഫൂൺ പറയുന്നുണ്ട്. എക്സാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നതും ഞാൻ പാസ്സാവും തോന്നില്ല എന്ന് 3 പേര് മാറി മാറി പറയുന്നുണ്ട്. ആ സമയം തന്നെ ഫോം ആണെങ്കിൽ ടൈഫൂണിനോട് ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ലല്ല എനിക്ക് ജിബിൻ്റെ കഫേയിലേക്കൊന്ന് പോകാനുണ്ട്, നീ പൊക്കോളനെ പറയുന്നുണ്ട്. ആ സമയം അല്ലേലും എന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകാനാണല്ലോ നിങ്ങൾക്ക് ഇഷ്ടമെന്നൊക്കെ പറയുമ്പോൾ ടേറാണെങ്കിൽ മതി നീ ഡെയിലി ഓരോ പെമ്പിള്ളേരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടെന്ന് പറയുമ്പോൾ ഫോം പെട്ടെന്ന് അത് പറഞ്ഞപ്പോഴേ ഞാൻ എൻ്റെ ഗേൾ ഫ്രണ്ടിൻ്റെ കാര്യം ആലോചിച്ച് ഞാൻ പോയി എൻ്റെ സ്വീറ്റ് ഹാർട്ടിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പോയി കഴിഞ്ഞതും ടേറാണെങ്കിൽ ടൈഫൂണിനോട് ഇന്നലെ ടോൺഫേനെ മീറ്റ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ടൈഫൂൺ അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പറഞ്ഞുതരാമെന്ന് ഇങ്ങനെ അവരോട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ജിബിൻ്റെ കഫേയിലേക്ക് ചെന്നിരിക്കുമ്പോൾ നോർത്തും ദാവോയും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും വളഞ്ഞിരുന്നിട്ട് പറ കാര്യം പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ടൈഫൂണിനായിട്ട് ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ടേറാണെങ്കിൽ ഒന്ന് അടങ്ങടേന്നൊക്കെ നോർത്തിനോട് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ എനിക്കല്ല ദാവോയ്ക്കാണ് അറിയാനായിട്ട് ആഗ്രഹം, ദാവോയാണ് എന്നെ വലിച്ചുകൊണ്ട് വന്നതെന്ന് പറയുമ്പോൾ ദാവോ ആണെങ്കിൽ ഞാനല്ല നോർത്താണ് എന്നെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറയുന്നുണ്ട്. നോർത്ത് അപ്പോൾ ഇവനെ കൊണ്ടൊരു ഗുണവും ഇല്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും ടൈഫൂണിനോട് കാര്യം പറയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ ഇനി നീ അതിനെക്കുറിച്ച് ചോദിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് നാണിക്കുമ്പോഴത്തേക്കും അപ്പം എന്തോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ടോൺഫ നമ്മൾ വിചാരിച്ച പോലെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനെ ഇട്ടിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതേസമയം തന്നെ കഫേയുടെ പുറത്തോട്ട് ടോൺഫ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ടൈഫൂൺ അവിടെ ഫ്രണ്ട്സിൻ്റെ അടുത്തിരിക്കുന്നതും ടോൺഫ കണ്ടിട്ട് അവനെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഇത് ജിബ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കഫേയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ടൈഫൂണും ഫ്രണ്ട്സും ടോൺഫ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട്. ടോൺഫേനെ കാണുന്നതും ടോൺഫ സുഖമാണെന്നൊക്കെ ഇങ്ങനെ നോർത്ത് ചോദിക്കുന്നുണ്ട്. കണ്ടിട്ട് കുറേ ദിവസമായല്ലോ എന്നൊക്കെ പറയുമ്പോൾ ടോൺഫ അതിന് നമ്മൾ ഇന്നലെ കണ്ടതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇന്നലെ ആണെങ്കിൽ ഇവരാരും മീറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ മീറ്റ് ചെയ്തു. ടൈഫൂൺ ആണെങ്കിൽ ആ ഒരു മാസ്ക് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ അവൻ പറയുന്നതും ഇവരെല്ലാവരും ഷോക്കായിട്ട് ടൈഫൂണാണ് ആ പയ്യനെന്നുള്ള കാര്യം ടോൺഫയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകുമോ എന്ന ചിന്തയിൽ പരസ്പരം എന്ത് പറയണമെന്ന് അറിയൂടാ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയം ടോൺഫ അല്ല എല്ലാവരും എന്ത് പറ്റി ഇങ്ങോട്ടേക്ക് വന്നേന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വിഷയം മാറിയോണ്ടോർത്ത് അവർ സമാധാനിക്കുന്നുണ്ട്. ടൈഫൂൺ ആണെങ്കിൽ അത് പിന്നെ ഇവിടുത്തെ പീച്ച് ടീ ഭയങ്കര അടിപൊളിയാണ്, അത് വാങ്ങാനായിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടോൺഫ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണോ, ഞാൻ കൊണ്ടുവിടണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനെ നോക്കിയിട്ട് ഇല്ല എന്നെ വിട്ടു കൊടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നോർത്തൊക്കെ പെട്ടെന്ന് തന്നെ ടൈഫൂൺ ഉന്തി തള്ളി വിട്ടിട്ട് കൊണ്ടുവിട്ടോ, അല്ലെങ്കിൽ ഇവനെ എങ്ങനെ വിടുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരിക്കുമായിരുന്നു. എനിക്കാണെങ്കിൽ ജോഹാനെ കാണാൻ പോകണം, ടേറിനാണെങ്കിൽ ഹില്ലിനെ കാണാൻ പോകണം, ദാവാണെങ്കിൽ ഭയങ്കര ബിസിയാണ്, ടൈഫൂണിനെ ഒറ്റയ്ക്ക് വിടണമല്ലോ എന്നിങ്ങനെ ഓർത്തിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. ടോൺഫ ആണെങ്കിൽ ഒന്ന് കൊണ്ടുവിടാനായിട്ട് പറഞ്ഞിട്ട് ടൈഫൂണിനെ ടോൺഫയുടെ കൂടെ അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ബൈയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. കാറിൽ ഇരുന്ന് പോകുന്ന സമയത്ത് ടൈഫൂൺ ആണെങ്കിൽ ഇങ്ങനെ മിണ്ടായിരിക്കുന്ന കാണുമ്പോഴത്തേക്കും ടോൺഫ അവനെ തന്നെ നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നീ ആലോചിച്ചായിരുന്നോ, എൻ്റെ വീട്ടിലേക്ക് വരാൻ നീ റെഡിയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ടൈഫൂൺ ആലോചിക്കുന്നുണ്ട്. എന്തായാലും മറുപടി കൊടുക്കുന്നില്ല. ടോൺഫ ഇപ്പോൾ നിനക്ക് വരണമെന്ന് താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഇല്ല അത് പിന്നെ ഞാൻ വരാമെന്നവൻ പറയുന്നുണ്ട്. എന്നിട്ട് ടൈഫൂണിനോട് ടോൺഫ നിനക്ക് ഇന്ന് എക്സാം ഉണ്ടായിരുന്നോ, എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോഴത്തേക്കും കുഴപ്പമില്ല നന്നായിരുന്നു എന്ന് പറയുന്നുണ്ട്. ടോൺഫ ഇപ്പോൾ അടുത്ത് കോഴ്സ് മാറ്റിയെടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി, ഞാൻ നിനക്ക് അതിന് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത് അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ആണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടാന്ന് പറയുമ്പോൾ ഇല്ല അങ്ങനെയൊന്നുമില്ല, ഞാൻ കാര്യമായിട്ട് നിന്നെ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാം, ഇന്ന് നീ ഫ്രീ ആണെങ്കിൽ ഇന്ന് നൈറ്റ് ഞാൻ നിന്നെ പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ടൈഫൂൺ അവർ ഒരുമിച്ച് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അവൻ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ടോൺഫ ആണെങ്കിൽ ഞാൻ നിന്നെ നൈറ്റ് കോൾ ചെയ്യാമെന്ന് പറയാണ്. ആ സമയമാണ് ടൈഫൂണിന് കോൾ വഴിയാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ ടൈഫൂൺ ആണെങ്കിൽ കോള് വഴിയാണല്ലേ എന്നിങ്ങനെ പതുക്കെയാണ് പറയുന്നത്. എന്നാലും അത് ടോൺഫ കേൾക്കുന്നുണ്ടായിരുന്നു. ടോൺഫ കേട്ടിട്ട് എന്ത് പറ്റി, എൻ്റെ റൂമിൽ ഇരുന്ന് ഒരുമിച്ച് പഠിക്കണമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പെട്ടെന്ന് ഇങ്ങനെ ടൈഫൂൺ പറയുന്നുണ്ട്. ശേഷം ടൈഫൂൺ തന്നെ എനിക്ക് നാളെ ചെറിയൊരു എക്സാം ഉണ്ട്, സോ പഠിക്കാനായിട്ട് ഞാൻ ഫ്രീ ആയിരിക്കും, ഇന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അന്ന് നൈറ്റ് ആകുമ്പോഴത്തേക്കും ടൈഫൂൺ ആണെങ്കിൽ ഇങ്ങനെ റെഡിയായി ഇരിക്കുന്നുണ്ട് കോൾ വരുന്നതെന്ന് നോക്കിയിട്ട്. കോൾ വരുന്നതും അവനൊന്ന് ദീർഘശ്വാസമൊക്കെ എടുത്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം തന്നെ ടോൺഫ ആണെങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങാനൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സംഭവം വീഡിയോ കോളായിരുന്നു. അങ്ങനെ അവർ ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഹൈസ്കൂളിലെ ടെക്സ്റ്റ്
ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് കഴിയുമ്പോഴാണ് ടോൺഫെ ആണെങ്കിൽ ടൈഫൂണിനോട് ഒരു കാര്യം പറയാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ അവൻ ടൈഫൂണിനോട് ഞാൻ അവനെ മീറ്റ് ചെയ്തു എന്നിങ്ങനെ പറയുന്നുണ്ട്. ടൈഫൂണിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് തന്നെ മീറ്റ് ചെയ്തവരാണ് പറയുന്നത്. എന്നാലും ടൈഫൂൺ അറിഞ്ഞുകൂടാതെ പോലെ ആരെ മീറ്റ് ചെയ്തു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ആ ലെറ്റർ എഴുതുന്ന പയ്യനുണ്ടല്ലോ അവനെ ഞാൻ മീറ്റ് ചെയ്തു. സത്യം പറഞ്ഞാൽ അവൻ എന്നെ മീറ്റ് ചെയ്യാൻ സമ്മതിക്കുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയായി. പക്ഷേ അവൻ കരഞ്ഞു ഇടയ്ക്ക്. അത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരുമാതിരി അവൻ്റെ അടുത്ത് ഞാൻ കരയരുതെന്ന് പറയുവാണെങ്കിൽ അത് ഓക്കെ ആയിരിക്കുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ടൈഫൂണിന് അതിനെന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയത്തില്ല. ടോൺഫെ അപ്പോൾ വേറൊന്നും കൊണ്ടല്ല അവനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടുമെന്ന് എനിക്ക് പേടിയുണ്ട്. പ്രത്യേകിച്ച് ഞാൻ അവൻ്റെ കാര്യത്തിൽ സീരിയസ് അല്ല എന്ന് അവൻ വിചാരിക്കുമെന്ന് എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ടൈഫൂൺ ആണെങ്കിൽ ശരിക്കും അവൻ്റെ എക്സ്പ്രഷനും സംഭവങ്ങളെല്ലാം തന്നെ പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ടോൺഫെ അപ്പോൾ സോറി ഞാൻ പറഞ്ഞ് പഠിക്കുന്ന കാര്യം വിട്ടുപോയി, നമുക്ക് എന്തായാലും ഇനി പഠിത്തം കണ്ടിന്യൂ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരുപാട് നേരം ഇരുന്ന് പഠിക്കുന്നുണ്ട്. കുറേ കഴിയുമ്പോഴത്തേക്കും ടൈഫൂണിനോട് ടോൺഫെ ഇന്നത്തേക്ക് ഇത് മതിയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നാട്ടിൽ റെസ്റ്റ് എടുക്കുക, നമുക്ക് വീണ്ടും അടുത്തിന് പിന്നെ പഠിക്കാമെന്ന് പറഞ്ഞ് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ടൈഫൂണിൻ്റെ ഫോണിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് ടേർ അയച്ചൊരു മെസ്സേജ് ആയിരുന്നു. അതിൻ്റെ അത് ടേർ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ട് ദേ ടോൺഫെ ആണെങ്കിൽ നിൻ്റെ ഫോട്ടോ അവൻ്റെ പോസ്റ്റിൽ ഇട്ടേക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഇവരുടെ ഒരു വീഡിയോ കോളിലിരുന്ന് എൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ടോൺഫെ അവൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഇട്ടേക്കാണ്. അത് കാണുമ്പോഴത്തേക്കും കൂടുതൽ ടൈഫൂണിന് നാണം വന്ന് പോകുന്നുണ്ട്. ഇതേ സമയം തന്നെ ആ ഒരു സ്റ്റോറി ടൈഫൂണും വ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂടെ ടോൺഫെക്ക് ടൈഫൂണിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എടുത്ത് നോക്കാനായിട്ട് പറ്റുന്നുണ്ട്. അതിൻ്റെ അത് അവൻ ഇട്ടിരിക്കുന്നത് മൊത്തം ആകാശത്തിൻ്റെ ഓരോരോ ഫോട്ടോസാണ്. അതിനുശേഷം അടുത്ത ദിവസം ടൈഫൂൺ ആണെങ്കിൽ കഫേയിലിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നോർത്തും ടേറും പിന്നെ ദാവോയും കൂടെ ആയിട്ട് വരുന്നുണ്ട്. എന്നാൽ വരുന്ന സമയത്ത് ടൈഫൂണിൻ്റെ മുഖത്ത് ഇവർ വിചാരിച്ച പോലെ സന്തോഷമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വന്നോണ്ടേ നോർത്ത് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ വന്നിരിക്കുമ്പോൾ തന്നെ നിൻ്റെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം ഇന്നലെ ടോൺഫ നിൻ്റെ പിക്ചറൊക്കെ സ്റ്റോറി ഇട്ടല്ലോ, പിന്നെ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന്. ടൈഫൂൺ അപ്പോൾ പറയുന്നുണ്ട് ഒരുപക്ഷെ ഞാനാണ് ആ ലെറ്റർ എഴുതുന്ന ആളെന്ന് ടോൺഫയ്ക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയി പോകത്തില്ലേ, അപ്പോൾ പിന്നെ ഞാൻ ഈ ചെയ്യുന്നതെല്ലാം വെറുതെ ആവത്തില്ലേ, എല്ലാം ഒരുമാതിരി ആയി പോകത്തില്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നീ അങ്ങനെയൊന്നും പറയാനായിട്ട് നിൽക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ടോൺഫയ്ക്ക് നിന്നെ ഓൾറെഡി ചെറിയൊരു ഇഷ്ടമുണ്ട്, അതിപ്പോൾ ഏത് രീതിയിലായാലും പിന്നെ നീ അവൻ്റെ മുന്നിൽ നിൻ്റെ ഐഡൻറ്റിറ്റി തെളിയിച്ചാൽ പോലും യാതൊരു പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴത്തേക്കും നോർത്തും ടേറൊക്കെ മാറി മാറി പറയുന്നുണ്ട് ബ്രദറായിട്ടാണ് ഒരാളെ കണക്കാക്കുന്നതെങ്കിൽ ഒരിക്കലും അയാളുടെ ഫോട്ടോയൊന്നും എടുത്ത് ഇങ്ങനെ സ്റ്റോറി ഇടത്തില്ല, ഒരു ബ്രദേഴ്സിൻ്റെ സ്റ്റോറീസും അങ്ങനെയൊന്നും ആരും ഇടാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ജിബ് വന്നിട്ട് ഇവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ ബ്രേക്കൊക്കെ ആവല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ കാണത്തുള്ളൂ, അതുകൊണ്ട് നിങ്ങൾ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഇങ്ങനെ എടുത്ത് കൊടുത്ത് അവർ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെ ജിബ് ടൈഫൂണിനോട് അല്ല ഈ ഒരു ബ്രേക്ക് ആവുന്ന ടൈമിന് നീ ടോൺഫയ്ക്ക് എങ്ങനെ ലെറ്റേഴ്സ് എഴുതും, നിങ്ങൾ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ടൈഫൂൺ തനിക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും എങ്കിൽ പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത്, സംസാരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം തന്നെ അവനൊരു മറുപടി ഉണ്ടായിരുന്നില്ല, അവൻ ആകെ വീണ്ടും വിഷമിച്ചാൽ ഇരിക്കുന്നുണ്ട്. ജിബ് ആ സമയം ടോൺഫേരെ എന്ന് നിനക്ക് ഇന്ന് കിട്ടിയ കവറിലുണ്ടായിരുന്ന ലെറ്റർ വല്ലോ നീ വായിച്ച് നോക്കിയോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവ ഇല്ലാന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു കവറിൽ നിന്ന് ലെറ്റർ എടുത്ത് നോക്കുന്നുണ്ട്. അതിൻ്റെ അത് എഴുതി വെച്ചിരുന്നത് ഫൈനൽ എക്സാം കഴിയുമ്പോഴത്തേക്കും നീ എന്നെ ഒന്ന് കാണാനായിട്ട് വരണം, നമുക്ക് ഒന്നുകൂടെ മീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാനാണെങ്കിൽ പാർക്കിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഫൈനൽ എക്സാം നടന്ന ദിവസം ഇന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ലെറ്റർ വായിക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈ നേരം കൊണ്ട് ടോൺഫ അവനെയും വെയിറ്റ് ചെയ്ത് അവിടെ പാർക്ക് ഇരിക്കുന്നുണ്ടായിരിക്കണം. അപ്പോൾ ഈ മെസ്സേജ് എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നോർത്തും ടേറും എല്ലാം തന്നെ അവൻ്റെ അടുത്തേക്ക് പോകുന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ടൈഫൂൺ ആണെങ്കിൽ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ ഇരിക്കുമ്പോഴത്തേക്കും ബ്രേക്കൊക്കെ ആവുന്ന സമയത്ത് നിനക്ക് അവൻ്റെ അടുത്ത് സംസാരിക്കുകയൊന്നും വേണ്ടേ, നിൻ്റെ ഐഡൻറ്റിറ്റി നിനക്ക് അവൻ്റെ മുന്നിൽ തെളിയിക്കണ്ടേ, മര്യാദയ്ക്ക് പോകുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ അവൻ മാസ്കും തൊപ്പിയും ഒരു ഹൂഡിയൊക്കെ ഇട്ടിട്ട് മൊത്തത്തിൽ വീണ്ടും ആളെ മനസ്സിലാകാത്ത രീതിയിൽ തന്നെ നേരെ ടോൺഫയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ടൈഫൂൺ ചെല്ലുന്നതും ടോൺഫ ആണെങ്കിൽ പാർക്കിൽ അവിടെ ബെഞ്ചിൽ ഇരിക്കുമായിരുന്നു. അങ്ങനെ ടൈഫൂണും ചെന്ന് ആ ഒരു ബെഞ്ചിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ടൈഫൂണിനെ കാണുന്നതും നീ വന്നതിന് താങ്ക് യു എന്നിങ്ങനെ പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ ജസ്റ്റ് ഓക്കെ എന്ന രീതിയിൽ തലയാട്ടുന്നുണ്ട്. ആ സമയം കഴിഞ്ഞ തവണ മീറ്റ് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും ടൈഫൂണിൻ്റെ നോട്ട് പാഡ് അവിടെ താഴേക്ക് വീണ് പോയത് നമ്മൾ കണ്ടതാണ്. ടോൺഫ ആണെങ്കിൽ അതിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ടൈഫൂണിന് ടോൺഫ തിരിച്ചെടുത്ത് കൊടുത്തിട്ട് ഇതേപോലെ നീ ആണെങ്കിൽ ഇത് എടുക്കാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ അതിങ്ങനെ എഴുതി ചോദിക്കുന്നുണ്ട് എന്ത് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ടുള്ളതെന്ന്. ആ സമയം ടോൺഫ ആണെങ്കിൽ അത് പിന്നെ ഞാനാണെങ്കിൽ കഴിഞ്ഞ തവണ നമ്മൾ മീറ്റ് ചെയ്തപ്പോൾ ഒരു ലൈൻ ക്രോസ് ചെയ്ത പോലെ ഒരു ഫീൽ വന്നു, ഞാൻ നിന്നെ കിസ്സൊക്കെ ചെയ്തില്ലേ, ഐ എം സോറി, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ തിരിച്ച് റിപ്ലൈ ആയിട്ട് അതൊന്നും കുഴപ്പമില്ല, സീരിയസ്ലി നോ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ആ സമയം ടോൺഫ ആണെങ്കിൽ നമുക്ക് ഒന്ന് നടന്നാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ടൈഫൂൺ ഓക്കെ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ പാർക്കിൻ്റെ കുറച്ച് ഏരിയയൊക്കെ അവർ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരിടത്ത് വന്ന് നിൽക്കുമ്പോഴത്തേക്കും ടോൺഫ ആണെങ്കിൽ ഈ സ്ഥലം കാണാൻ നല്ല രസമുണ്ട്, പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നീ വീണ്ടും എന്നോട് ഇങ്ങോട്ടേക്ക് വരുമോ, നിനക്കതിന് താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ടൈഫൂൺ ആദ്യം മറുപടി പറയുന്നില്ല. ആ സമയം എന്തൊരു താല്പര്യമില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാൻ വരാന്നുള്ള രീതിയിൽ ടൈഫൂൺ ആണെങ്കിൽ തലയാട്ടുന്നുണ്ട്. അതിനുശേഷം വീണ്ടും നടന്ന് മറ്റൊരിടത്തേക്കൊക്കെ ആയിട്ട് ചെന്ന് നിൽക്കുന്ന സമയത്ത് ടോൺഫ ആണെങ്കിൽ എനിക്ക് എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ തവണ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ നിന്നെ കിസ് ചെയ്തത് അത് ശരിക്കും എനിക്ക് നിന്നെ കിസ് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ടാണ്, അത് അപ്പം മാത്രമല്ല എനിക്കിപ്പം തന്നെ നിന്നെ കിസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിനക്കാണെങ്കിൽ എൻ്റെ ബോയ് ഫ്രണ്ട് ആക്കാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്.
ടൈഫൂൺ അപ്പോൾ അവൻ്റെ നോട്ട് പാഡിൽ ഞാൻ ആരാണെന്ന് ശരിക്കും മനസ്സിലായി കഴിഞ്ഞാൽ നീ ഡിസപ്പോയിൻറ്റഡ് ആയി പോകത്തില്ലെന്ന് ഉറപ്പുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട്, നീ ആരായാലും ശരി തന്നെ, ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ടൈഫൂണിനോട് ഞാൻ നിൻ്റെ സേഫ് സോണിലേക്ക് വന്നുകൂടെ, നിൻ്റെ സേഫ് സോണാക്കി എന്നെ എടുത്തുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അവൻ്റെ കവിളിൽ ഇങ്ങനെ തൊടാനായിട്ട് വരുന്നുണ്ട്. എന്നാൽ പെട്ടെന്ന് ടൈഫൂൺ ഒഴുകി മാറിയിട്ട് തിരിഞ്ഞിരിക്കുന്നുണ്ട്. അവൻ നടന്നു പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ടോൺഫെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു പോയതിന് സോറി, ഞാൻ നിന്നെ ഫോഴ്സ് ചെയ്യണമെന്ന് കരുതി പറഞ്ഞതൊന്നുമല്ല, നിനക്കാണെങ്കിൽ സേഫ് സോൺ ആയിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ 10 വരെ എണ്ണം, ആ നേരം കൊണ്ട് നീ തിരിയണം, ഇല്ലെങ്കിൽ നിനക്ക് നടന്നു പോകാം, അങ്ങനെയാണെങ്കിൽ ഞാൻ പതുക്കെ സ്ലോ ആയിട്ടേ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകത്തുള്ളൂ, എങ്ങനെയാണുള്ളത് അങ്ങനെ തന്നെ മുന്നോട്ടും, നീ എപ്പോഴാണ് ഓക്കെ ആവുന്നത് അതുവരെ ഞാൻ എത്ര വേണേലും വെയിറ്റ് ചെയ്ത് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞുകൊണ്ട് 1 to 10 വരെ അവൻ കൗണ്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആദ്യം എല്ലാം കുറച്ച് സ്പീഡിൽ കൗണ്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ എൻഡിങ് ആയി വരുമ്പോഴത്തേക്കും ഇതുവരെ ആയിട്ടും തന്നെ എസ് എന്നുള്ള രീതിയിൽ ടൈഫൂൺ അവന് നേർക്ക് തിരിയാത്തതുകൊണ്ട് തന്നെ അവൻ കുറച്ച് ടെൻഷൻ ആവുന്നുണ്ട്. അവൻ സ്ലോ ആയിട്ട് കൗണ്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ ടൈഫൂൺ എന്ത് ചെയ്യണം എന്നൊരു ചിന്തയിൽ നിൽക്കുകയാണ്. അങ്ങനെ അവസാനം ആ ഒരു കൗണ്ടിങ് കഴിയാറാവുന്നതും ടൈഫൂൺ പെട്ടെന്ന് അവൻ്റെ മാസ്കും ക്യാപ്പും എല്ലാം തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്. അവന് സ്വയം അവർ റിവീൽ ചെയ്യാണ്. ടൈഫൂൺ ടോൺഫയുടെ മുന്നിൽ സ്വയം റിവീൽ ചെയ്തിങ്ങനെ നിൽക്കുന്നതും പെട്ടെന്ന് തന്നെ ടോൺഫ ആണെങ്കിൽ ടൈഫൂണിനെ ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ അടുത്ത് അപ്പോൾ ഇതാണല്ലേ ഒരാൾ അവസാനം എനിക്ക് കാണാൻ പറ്റിയെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടൈഫൂണും സംസാരിക്കുന്നുണ്ട് തിരിച്ച്. ആ ടൈമിൽ അവസാനം നിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റിയല്ലോ, എന്തായാലും ശബ്ദം കേട്ടതല്ലേ, അപ്പോൾ പിന്നെ നിൻ്റെ പേരും കൂടെ പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ടൈഫൂൺ തൻ്റെ പേര് ടൈഫൂൺ ആണെന്ന് പറയുന്നുണ്ട്. ടോൺഫയോടും പേര് ചോദിക്കുമ്പോൾ എൻ്റെ പേര് ടോൺഫ ആണെന്ന് പറഞ്ഞ ശേഷം നിന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. തിരിച്ചും ടൈഫൂൺ അതെ ഞാനും ഹാപ്പിയാണെന്ന് തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് കൈയും പിടിച്ചൊക്കെയാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ടോൺഫ ടൈഫൂണിൻ്റെ കൈ പിടിച്ചിട്ടുള്ളൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തോട്ടെ എന്നും ചോദിക്കുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ ഒന്ന് മടിച്ചിട്ട് അത് വേണോ, അതിന് പ്രശ്നമില്ലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്ത് പ്രശ്നം, നമ്മുടെ ഡേറ്റിംഗ് അല്ലേ, അപ്പോൾ പിന്നെ പോസ്റ്റ് ചെയ്താൽ പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും എങ്കിൽ പിന്നെ പോസ്റ്റ് ചെയ്തോ, എനിക്കും കുഴപ്പമില്ല എന്ന് ടൈഫൂൺ പറയുന്നുണ്ട്. എന്നിട്ട് ടോൺഫയോട് തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഏതാണെന്ന് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ടോൺഫ ആണെങ്കിൽ എനിക്കറിയാം, നിൻ്റെ അക്കൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കാറുണ്ടെന്ന് പറയാണ്. ആ സമയം ടൈഫൂൺ ആണെങ്കിൽ പിന്നെ എന്നുള്ള രീതിയിൽ അങ്ങ് നടന്നു പോകാനായിട്ട് തുടങ്ങുമ്പോൾ അങ്ങനെ അങ്ങ് പോയേക്കല്ലേ, നിനക്ക് വഴി തെറ്റി പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ഇല്ലല്ല എനിക്ക് വഴിയും തെറ്റിപ്പോകത്തില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ കൂടെ വയ്ക്കേണ്ട ആവശ്യം ഉണ്ടാകത്തില്ലല്ലോ, ഒറ്റയ്ക്ക് അങ്ങ് പോകില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഇല്ലല്ല നീയും വേണമെന്ന് പറഞ്ഞിട്ട് ടൈഫൂൺ തിരിച്ച് ടോൺഫയുടെ അടുത്തേക്ക് തന്നെ ചെന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം ടോൺഫ ഇന്ന് നീ എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എന്തിനാന്നിങ്ങനെ ടൈഫൂൺ തിരിച്ചു ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ നമുക്ക് ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നീ വേറെ എന്താ ആലോചിച്ച് കൂട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ടൈഫൂൺ ആണെങ്കിൽ ഞാൻ എന്താ ആലോചിക്കാം, ഞാനൊന്നും ആലോചിച്ചില്ല എന്ന് പറഞ്ഞ ശേഷം ഞാൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോൺഫ അതെന്താ ഒന്ന് വാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ടൈഫൂൺ ഇല്ലാന്ന് തന്നെ പറയാണ്. പക്ഷേ പിന്നീട് കാണുന്നത് ടൈഫൂൺ ടോൺഫയുടെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് വരുന്നതാണ്. ടൈഫൂൺ ആണെങ്കിൽ അപ്പോൾ ചുറ്റിലൊന്ന് നോക്കിയ ശേഷം ഞാനിവിടെ വന്നു പോയിട്ട് ഒരുപാടായി എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോൺഫ അതെ നീ വന്നിട്ട് കുറേ ആയി, പിന്നെ നീയാണെങ്കിൽ ഇന്ന് നിന്നെ സ്വയം റിവീൽ ചെയ്തല്ലോ, അതെന്തിനാണ്, ഞാൻ വിചാരിച്ചു നീ തിരിച്ച് നടന്നു പോകുന്നത്, നീ റിവീൽ ചെയ്യുന്നു ഇങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അത് പിന്നെ ഞാനാണെങ്കിൽ ലാസ്റ്റ് നിന്നെ വിട്ടിട്ട് ഇവിടുന്ന് പോയ സമയത്ത് ഞാൻ എന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമായിരുന്നു, ഞാൻ തിരിച്ചു വരുന്നു ഒരിക്കലും ഇവിടെ നിന്ന് പോകത്തില്ല എന്നും, അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു വാക്ക് പാലിച്ചാണെന്ന് അവൻ പറയുന്നുണ്ട്. ടോൺഫ ആ സമയം ടൈഫൂണിനോട് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്നെ വിട്ടിട്ട് പോയ സമയത്ത് ഞാൻ ഭയങ്കര ശല്യമാണെന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നീ എന്താ ഇപ്പോൾ കള്ളം പറയാനും പഠിച്ചോന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെന്ന് അവൻ പറയുന്നുണ്ട്. ആ സമയം ടോൺഫ അങ്ങനെയാണോ, എങ്കിൽ എനിക്കത് അറിയണമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് ടൈഫൂണിനെ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് ഇരുത്തുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ആണെങ്കിൽ അത് പിന്നെ അന്ന് ഞാൻ അങ്ങനെയൊക്കെ പറയാനായിട്ട് ഒരു റീസൺ ഉണ്ട്, പക്ഷേ ആ കാര്യം എനിക്കിപ്പോൾ പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോൺഫ അപ്പോൾ ശരിക്കും ഒരു റീസൺ ഉണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. ടോൺഫ അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, എന്തായാലും ഈ കള്ളം പറഞ്ഞതിന് ഒരു പണിഷ്മെൻറ്റ് തരണമല്ലോ എന്ന് പറഞ്ഞിട്ട് ടൈഫൂണിനെ അവൻ കിസ് ചെയ്യുന്നുണ്ട്. കിസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടോൺഫ പറയുന്നുണ്ട് എനിക്കറിയാം നീ ഇപ്പോൾ റെഡി അല്ലാന്ന്, അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വേറെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ലാന്ന്. ആ സമയം തന്നെ ടൈഫൂണിന് നാണം വന്നിട്ട് അവൻ എഴുന്നേറ്റ് പോകാനായി നിൽക്കുന്നുണ്ട്. എന്നാൽ ടോൺഫ കുറച്ച് നേരം കൊണ്ട് അവിടെ ഇരിയെന്നൊക്കെ പറഞ്ഞിട്ട് ടൈഫൂണിനെ പിടിച്ച് വയ്ക്കുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ചോദിക്കുന്നുണ്ട് ഇന്ന് ഞാൻ എന്നെ സ്വയം റിവീൽ ചെയ്തില്ലേ, ആ സമയം ആ വ്യക്തി ഞാനാണെന്ന് മനസ്സിലായപ്പോൾ ഷോക്കായോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ടോൺഫ ആണെങ്കിൽ അത് പിന്നെ അത് നീയാണെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ അതെങ്ങനെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ നീയാണെങ്കിൽ ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നില്ലേ, അതിലുണ്ടായിരുന്ന ലെറ്ററും പിന്നെ നീ എനിക്ക് സീക്രട്ട് ആയിട്ടുള്ള ആ ഒരാളെന്നുള്ള രീതിയിൽ അയക്കുന്ന ലെറ്ററും അതിൽ രണ്ടിലെ ഹാൻഡ് റൈറ്റിങ് ഒരുമിച്ച് വെച്ച് നോക്കിയപ്പോൾ തന്നെ അത് നീയാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ അപ്പം ഞാൻ നേരത്തെ തന്നെ നിന്റെ മുന്നിൽ പെട്ടായിരുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ടോൺഫ അതിന് അതേന്ന് പറയുമ്പോൾ ടൈഫൂൺ പെട്ടെന്നൊരു കാര്യം ആലോചിച്ചിട്ട് അപ്പം നീ എന്നെ കൊണ്ട് മനഃപൂർവ്വമായിരുന്നു ആ ഒരു ബ്ലൂ കവർ എടുക്കുക അതിൻ്റെ അകത്തുള്ള ലെറ്റർ വായിക്കാന്നൊക്കെ പറഞ്ഞിട്ട് കാറിൽ വെച്ച് ഞാൻ തന്നെ എഴുതിയ സംഭവം എന്നെ കൊണ്ട് വായിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ ഇതിനെ കളിപ്പിക്കാനായിട്ട് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. ആ സമയത്തേക്ക് ടൈഫൂണിന് നല്ല നാണം വരുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുളിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. കുളിച്ചൊക്കെ കഴിഞ്ഞ് ഡ്രസ്സ് ചേഞ്ച് ചെയ്ത ശേഷം ടൈഫൂൺ ആണെങ്കിൽ റൂമിലിരിക്കുന്ന ഫോട്ടോ
ഫോട്ടോസൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ടോൺഫ വന്ന് അവനിങ്ങനെ ബാക്കിൽ നിന്ന് ഹഗ് ചെയ്തിട്ട് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് ഈ ഫോട്ടോസൊക്കെ നോക്കിയതാണെന്ന് അവൻ പറയുന്നുണ്ട്. എന്നിട്ട് ടൈഫൂൺ ടോൺഫയോട് ചോദിക്കുന്നുണ്ട്, നിനക്കാണെങ്കിൽ ഒരുപാട് പേര് ലെറ്റേഴ്സും ഗിഫ്റ്റും ഒക്കെ തരുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എൻ്റെ ലെറ്ററിൻ്റെ മദർ റിപ്ലൈ ചെയ്യുന്നതെന്ന്. ആ സമയം അവൻ പറയുന്നുണ്ട്, അത് പിന്നെ നിൻ്റെ ലെറ്റർ വായിച്ചപ്പോൾ മാത്രമാണ് അത് ഭയങ്കര കെയറിങ്ങും ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നിയത്. അതും അങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ ടൈപ്പ് എന്ന് പറഞ്ഞിട്ട് നീ എൻ്റെ ടൈപ്പായിട്ടുള്ളൊരു പയ്യനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ആണെങ്കിൽ ടോൺഫേനെ നോക്കിയിട്ട് എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവനൊരു കിസ്സും കൊടുത്തിട്ട് ഉറങ്ങാനേ പോകുന്നുണ്ട്. എന്നാൽ ടോൺഫ ആണെങ്കിൽ ഇപ്പോഴേ ഉറങ്ങണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ ചേർത്ത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ടോൺഫ ഇനി നീ എന്നെ ഇട്ടിട്ട് പോകത്തില്ലല്ലോ എന്നൊക്കെ ടൈഫൂണിനോട് ചോദിക്കുന്നുണ്ട്. ആ സമയം ഇല്ല, ഞാൻ ഒരിക്കലും പോകത്തില്ല, നാളെ രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ നീയും പോയിട്ടുണ്ടാവത്തില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല, ഒരിക്കലും ഞാനും പോകത്തില്ല എന്ന് ടോൺഫ പറയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുമ്പോൾ ടൈഫൂൺ ഇരുട്ട് പേടിയായതുകൊണ്ട് തന്നെ ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യണോ അത് ഓണാക്കി വെച്ചേക്കണോ എന്ന് ടൈഫൂണിനോട് ചോദിക്കുന്നുണ്ട്. ടൈഫൂൺ ഒന്ന് ആലോചിച്ചിട്ട് ഓഫ് ചെയ്തോളാൻ പറയുന്നുണ്ട്. ആ സമയം നിൻ്റെ പേടിയൊക്കെ മാറിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, നീ അടുത്തുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ടോൺഫയുടെ കൈയൊക്കെ അവൻ പിടിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. ടോൺഫ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവൻ്റെ അടുത്തും കിടന്നിങ്ങനെ ഉറങ്ങുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ ടോൺഫ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ടൈഫൂൺ അടുത്തുണ്ടായിരുന്നില്ല. അന്നും ടൈഫൂൺ അവനെ ഇട്ടിട്ട് പോയത് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു, ഒരുമിച്ച് ഉറങ്ങി കിടക്കുമായിരുന്നു. എഴുന്നേറ്റപ്പോൾ ടൈഫൂൺ അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പം പെട്ടെന്ന് വീണ്ടും സെയിം ഇൻസിഡൻറ്റ് ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ടോൺഫ അങ്ങ് പേടിച്ച് പോയിട്ട് എഴുന്നേറ്റ് റൂമിൻ്റെ പുറത്തേക്ക് വരാണ്. എന്നാൽ ആ സമയം ടൈഫൂൺ ഒരിടത്തും പോയിട്ടുണ്ടായിരുന്നില്ല, അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ടൈഫൂൺ പോയില്ല എന്ന് മനസ്സിലാകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ആശ്വാസം തോന്നുന്നുണ്ട് ടോൺഫയ്ക്ക്. പെട്ടെന്ന് തന്നെ അവൻ പോയി ടൈഫൂണിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം ടൈഫൂൺ ആണെങ്കിൽ ഫുഡൊക്കെ ഇങ്ങനെ എടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും ടോൺഫ അവനെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ഞാനങ്ങനെ ഒരിടത്തും പോകത്തില്ല, ഞാൻ ഇനി പോകില്ലെന്ന് പറഞ്ഞല്ലേ എന്നിങ്ങനെ അവനോട് പറയുമ്പോഴത്തേക്കും അത് പിന്നെ പെട്ടെന്ന് ഞാൻ പേടിച്ചു പോയി എന്ന് ടോൺഫ പറയുന്നുണ്ട്. അതേസമയം തന്നെ ടൈഫൂൺ ആണെങ്കിൽ ടോൺഫയ്ക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയത് സാൻഡ്വിച്ചും പിന്നെ ചോക്ലേറ്റ് മിൽക്കുമായിരുന്നു. ഇതേ സെയിം സാധനമാണ് ആ ഒരു സീക്രട്ട് ആയിട്ട് ലെറ്റർ എഴുതുന്ന ആളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അവന് കഴിക്കാനും കൊടുത്തോണ്ടിരുന്നത്. സോ നീ സെയിം സംഭവം തന്നെയാണ് വീണ്ടും ഉണ്ടാക്കിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അതെ, പക്ഷേ ഞാൻ നിനക്ക് ആ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് തന്നുകൊണ്ടിരുന്നല്ല മിക്കവാറും ആർത്തിലായിരിക്കുമല്ലോ കഴിച്ചിട്ടുണ്ടായിരിക്കുന്നതെന്ന് ടൈഫൂൺ പറയുമ്പോൾ അത് ശരിയാണെന്ന് ടോൺഫ തിരിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് ടോൺഫ ആണെങ്കിൽ ടൈഫൂണിനെ മടിയിലെടുത്ത് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ ഫുഡ് നീ എനിക്ക് വായിൽ വെച്ചിട്ടായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ ടൈഫൂൺ ടോൺഫയ്ക്ക് ആ ഒരു സാൻഡ്വിച്ച് ഒക്കെ എടുത്ത് വായിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ടോൺഫ ആണെങ്കിൽ ടൈഫൂണിൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ അടുത്ത് നിന്നെയും കൊണ്ട് ഇന്ന് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ആണെങ്കിൽ പെട്ടെന്ന് ഞാനിങ്ങനെ കുറേ നാൾ പോവാതിരുന്നിട്ട് വരുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും ഡൗട്ട് തോന്നില്ലെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അങ്ങനെ പ്രശ്നമൊന്നുമില്ല, നീ അങ്ങനെ വേറൊരിടത്തേക്കും പോയിട്ട് പെട്ടെന്ന് ഇങ്ങനെ വന്നതല്ല, നീ ഇവിടെ തന്നെയാണ് പഠിക്കുന്നതെന്ന് ഞാൻ അവരുടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അന്ന് തൊട്ടേ നിന്നെ കാണണമെന്ന് അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇന്നിങ്ങനെ പോകുമ്പോഴത്തേക്കും അങ്ങനെ സംശയിക്കാനായിട്ട് യാതൊരു കാര്യം ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ആണെങ്കിൽ ശരിയാണ്, നിൻ്റെ അമ്മയും അച്ഛനും എപ്പോഴും ഭയങ്കര കൈൻഡായിരുന്നു, അതുപോലെ തന്നെയായിരുന്നു ഫണ്ണെന്നും പറയുന്നുണ്ട്. പെട്ടെന്ന് പറഞ്ഞ ആ ഒരു ഫ്ലോയിൽ ഫണ്ണെന്ന് അവൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതായിരുന്നു. ഫണ്ണിപ്പോൾ മരിച്ച കാര്യം ഇതുവരെ ഒരു ടോൺഫയ്ക്ക് അറിയാത്തതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ആ ഒരു വിഷയം അങ്ങ് മാറ്റി വിടുന്നുണ്ട്. അതിനുശേഷം ടോൺഫ ടൈഫൂണിനെയും കൊണ്ട് അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ചെന്ന് കഴിഞ്ഞിട്ട് വീടിൻ്റെ അകത്ത് കയറുന്നതിന് മുന്നേ തന്നെ ടോൺഫ ടൈഫൂണിൻ്റെ കൈയും പിടിച്ചാണ് നിൽക്കുന്നത്. എന്നാൽ ടോൺഫയുടെ പാരൻസ് കണ്ടാൽ തെറ്റിദ്ധരിക്കുമല്ലോ, എന്തെങ്കിലും വിചാരിക്കുമല്ലോ എന്നൊക്കെ കരുതിയിട്ട് ടൈഫൂൺ മനഃപൂർവ്വം അവൻ്റെ കൈ അങ്ങ് മാറ്റുന്നുണ്ട്. ആ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് ടോൺഫയുടെ അമ്മ വന്നിട്ട് ആ സുഖാണെന്നൊക്കെ ചോദിച്ചിട്ട് ടൈഫൂണിനോട് സംസാരിക്കുന്നത്. ആ സമയം ടൈഫൂൺ നന്നായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നിന്നെ കാണണമെന്ന് കുറേ ആയിട്ട് ഞാൻ വിചാരിക്കുന്നുണ്ട്, നിൻ്റെ അച്ഛനെ ഇപ്പോൾ കോൺടാക്ട് ചെയ്തിട്ട് കിട്ടുന്നൊന്നുമില്ല, അവർക്കൊക്കെ സുഖമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ കാര്യം സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിലും അതൊന്നും അവൻ വലുതായിട്ട് പുറത്ത് കാണിക്കാതെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം വീടിൻ്റെ അകത്ത് വിളിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് അങ്കിൾ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും വർക്കിന് പോയിരിക്കുകയാണ്, ഉടനെ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തന്നെ അവൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു, അതൊരു സ്റ്റാഫ് വന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ പോയി അത് അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് ടോൺഫയുടെ അമ്മ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നിൻ്റെ അമ്മ ഇപ്പോഴും പഴയതുപോലെയാണല്ലോ എന്ന് ടൈഫൂൺ പറയുന്നുണ്ട്. അതിനുശേഷം ടോൺഫ ടൈഫൂണിനെയും കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയിട്ട് ഇതാണ് എൻ്റെ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയം ടൈഫൂൺ മറ്റേ വീട്ടിലുള്ളതിനേക്കാളും വലിയ ബെഡ്റൂമാണല്ലോ ഇതിനെ കൊള്ളയെന്നൊക്കെ പറയുമ്പോൾ അത് ശരിയാണ്, പക്ഷേ അപ്പുറത്തെ വീട്ടിൽ നിന്നൊന്നും ആരും അങ്ങനെ കളിക്കാനോ അങ്ങനെയൊന്നും വരാറില്ലാതിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒറ്റപ്പെടലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ഇങ്ങനെ റൂമിന് ചുറ്റും നോക്കുമ്പോൾ ടോൺഫ പിടിച്ച് അവൻ്റെ മടിയിലേക്ക് അവനെ ഇരുത്തുന്നുണ്ട്. എന്നിട്ട് നേരത്തെ എന്താ എൻ്റെ കൈ പിടിക്കാതെ കൈ വിട്ട് കളഞ്ഞെന്ന് നോക്കിയാണ് ടൈഫൂൺ. അപ്പോൾ അത് പിന്നെ നിൻ്റെ പാരൻസ് കണ്ടു കഴിഞ്ഞാൽ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയിട്ടാണ്, അവരെന്തെങ്കിലും സംശയം വന്നാലോ ലൈക്ക് നമ്മൾ ഡേറ്റിംഗ് ചെയ്യുന്നത് അവർക്ക് താല്പര്യമില്ലാത്ത കാര്യമാണെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ പാരൻസിനോട് നമ്മുടെ കാര്യം തുറന്നു പറയാനായിട്ട് പോവാണെന്ന് ടോൺഫ പറയുന്നുണ്ട്. അതിനുശേഷം ടോൺഫയുടെ അച്ഛൻ വന്ന് കഴിയുമ്പോഴത്തേക്കും ഇവരെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ടൈഫൂൺ ആണെങ്കിൽ കഴുകി കണ്ടിട്ട് കുറേ നാളായല്ലോ, ഇപ്പോഴും നീ മുമ്പത്തെ പോലെ കുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ച് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛന് സുഖമാണോ, അച്ഛനിപ്പോൾ എങ്ങനെ ഇരിക്കുന്നു എന്നെല്ലാം തന്നെ ടോൺഫയുടെ അച്ഛനും ടൈഫൂണിനോട് ചോദിക്കുന്നുണ്ട്. ടൈഫൂണിന് അവൻ്റെ അച്ഛൻ്റെ കാര്യമെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും സംസാരിക്കാൻ തീരെ താല്പര്യമില്ല, അവൻ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാണിക്കുന്നത് ടോൺഫ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സമയം ടോൺഫയുടെ അമ്മ അവനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇല്ലിനും ജോഹാനും ഓരോ ലവേഴ്സ് ആയെന്നൊക്കെ കേട്ടല്ലോ, നിനക്കാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കണ്ടുപിടിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒരു മറുപടി പറയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അച്ഛനപ്പോൾ അവൻ ചിലപ്പോൾ പഠിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും ഒരാളെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നതെന്ന് പറയുമ്പോൾ എനിക്കാണെങ്കിൽ നീ ഒരാളെ കണ്ടുപിടിക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട്, പെട്ടെന്ന് തന്നെ ഒരാളെ കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് അമ്മ പറയുന്നുണ്ട്. ടോൺഫ ആ സമയം ടൈഫൂണിനൊന്ന് നോക്കിയിട്ട് അവൻ്റെ കൈ പിടിക്കുന്നുണ്ട്. എന്നാൽ ടൈഫൂൺ ടെൻഷൻ കാരണം കൈയെടുത്ത് മാറ്റാനേ നോക്കുകയാണ്. എന്നാൽ ടൈഫൂണിനെ ടോൺഫ അങ്ങനെ വിടുന്നില്ല. എന്നിട്ട്
പറയുന്നുണ്ട് അമ്മാശ ഞാനും ടൈഫൂണും ഡേറ്റിംഗ് ആണെന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ടോൺഫയുടെ പാരൻസ് ഒന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമ്മയാണെങ്കിൽ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് ശരിക്കും ഞാൻ ഇത്രയും പെട്ടെന്ന് ഇതിനൊക്കെ ഒരാളെ കിട്ടുമെന്ന് വിചാരിച്ചില്ല, ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. ടോൺഫെ അവൻ്റെ അച്ഛനോട് അച്ഛൻ ഓക്കെ ആണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ അത്ര ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല, എനിക്ക് ഓക്കെയാണ്, പിന്നെ നമുക്ക് അറിയാവുന്ന ഒരാളെ തന്നെയാണല്ലോ നീ ഡേറ്റ് ചെയ്യുന്നത്, സോ നീ കണ്ടുപിടിച്ചത് മോശമായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും എന്നുള്ള ചിന്തയൊന്നും ഞങ്ങൾക്ക് ഇത് ഉണ്ടാകത്തില്ല, ഞങ്ങൾ ഹാപ്പിയാണ്, നമുക്കിത് സെലിബ്രേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ടോൺഫയുടെ അമ്മയാണെങ്കിൽ പിന്നെ ഉറപ്പായിട്ട് സെലിബ്രേറ്റ് ചെയ്യണം, അത് നമുക്ക് നന്നായിട്ടൊക്കെ ഫുഡ് കഴിക്കാം, പിന്നെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ നിനക്ക് കഴിക്കാൻ വേണമെന്നൊക്കെ ടൈഫൂണിനോടൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം നൈറ്റ് ടൈഫൂൺ ഇങ്ങനെ ബെഡിൽ ഇരിക്കുന്ന സമയത്ത് ടോൺഫെ അവൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നുണ്ട്. ടൈഫൂൺ അവൻ്റെ ഫോൺ നോക്കുന്ന കാണുമ്പോൾ നീ എന്താ നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ നോർത്തും ടേറും കൂടെ ആയിട്ട് അവർ ട്രിപ്പ് പോയതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ അയച്ചു എന്ന് പറയുമ്പോൾ നിനക്കും ട്രിപ്പ് പോകണമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ അങ്ങനെ ഇപ്പോൾ പോകണമെന്ന് ആഗ്രഹിച്ചാലും അത്ര പെട്ടെന്ന് എനിക്കങ്ങ് പോകാൻ പറ്റുമെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ എന്നെ ഇങ്ങനെ സ്പോയിലാക്കല്ലേ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും എൻ്റെ ബോയ് ഫ്രണ്ട് ഞാൻ സ്പോയിൽ ചെയ്യുമെന്ന് അവൻ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം തന്നെ ടോൺഫയ്ക്ക് ടൈഫൂണിനെ നോക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കര കിസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഇങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ ടോൺഫ വേറെ ഒന്നും നോക്കാതെ ടൈഫൂണിനെ കിസ് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കുറച്ചുകൂടി ഇൻറ്റിമേറ്റ് ആവാനായിട്ട് തുടങ്ങുന്ന ഒരു മൊമെൻറ്റില്ലേ പെട്ടെന്ന് ടൈഫൂൺ അവനെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ടോൺഫയ്ക്ക് ഓർക്കാനായിട്ട് പറ്റുന്നത് ടൈഫൂൺ ഇപ്പോഴും റെഡി ആയിട്ടില്ലാന്ന്. അങ്ങനെ ടോൺഫ എൻ്റെ ക്ഷമ നശിക്കുന്നുണ്ടെങ്കിലും നീ റെഡിയാവുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്യുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ടൈഫൂണിൻ്റെ മടിയിലേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. എന്നിട്ട് ടൈഫൂണിനോട് പറയുന്നുണ്ട് നീ നിൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെന്നറിയാം, അതൊക്കെ നിനക്ക് ഞാനുമായിട്ട് ഷെയർ ചെയ്യാം, കേൾക്കാനായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ഓക്കെ എന്ന് പറയാണ്. അപ്പോഴാണ് കുറച്ച് സമയം മുന്നേ നടന്നൊരു കാര്യം കാണിക്കുന്നത്. ടൈഫൂൺ ഒരു പക്ഷേ അവൻ്റെ അച്ഛൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഒഴുങ്ങി മാറുന്നേക്കും മനസ്സിലാക്കിയിട്ടായിരിക്കണം ടോൺഫെ ആണെങ്കിൽ ഒരാളെടുത്ത് ടൈഫൂണിൻ്റെ ഫാമിലിനെ പറ്റി അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അയാളിങ്ങനെ തിരിച്ചു കോൾ ചെയ്ത് പറയുന്നുണ്ട് ഫണ്ണ് 3-4 വർഷം മുന്നേ മരിച്ചു എന്ന്. അങ്ങനെ ഇപ്പോൾ അവൻ ഒരു സത്യം അറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ടൈഫൂണിനോട് എന്തുണ്ടെങ്കിലും താനുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴത്തേക്കും ടൈഫൂൺ ഉറക്കെഴുന്നേറ്റ് പുറത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ടോൺഫയുടെ പാരൻസ് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവനോട് ഗുഡ് മോർണിംഗ് ടോൺഫ എഴുന്നേറ്റെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അവൻ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടൈഫൂണിന് കുടിക്കാനായിട്ടും കോഫിയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ സുഖമാണെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഫണ്ണിൻ്റെ കാര്യം പെട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. അപ്പം തന്നെയാണ് അങ്ങോട്ടേക്ക് ടോൺഫ വരുന്നത്. ഫണ്ണ് മരിച്ചു എന്നുള്ള കാര്യം ഇപ്പോൾ ടോൺഫയ്ക്ക് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ ടൈഫൂണിനോട് അവളുടെ കാര്യം ചോദിക്കുമ്പോൾ അവൻ അൺകംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുമെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വിഷയം മാറ്റാനായിട്ട് ഗുഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് അവനും അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് ഒരു വിഷയം മാറ്റി വിടുന്നുണ്ട്. അതിൻ്റെ ശേഷം ഇവർ ബായിയൊക്കെ പറഞ്ഞിട്ട് പോകാനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയം ടോൺഫയുടെ അമ്മയാണെങ്കിൽ ഇനിയും കാണാനായിട്ട് വരണമെന്നൊക്കെ ടൈഫൂണിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവർ അവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ടോൺഫ ചോദിക്കുന്നുണ്ട് തിരിച്ച് പോകുന്നതിന് മുമ്പ് നിനക്ക് വേറെ എവിടെയെങ്കിലും പോകാനായിട്ടുണ്ടോയെന്ന്. അങ്ങനെ ടൈഫൂൺ പറയുന്നുണ്ട് വില്ലേജിലുള്ള ടെമ്പിളിലോട്ടൊന്നും എനിക്ക് പോകണമെന്ന്. അങ്ങനെ അവിടെ എത്തുമ്പോഴത്തേക്കും ടൈഫൂൺ ആണെങ്കിൽ ഒരു ബൊക്കെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെയാണ് ടൈഫൂൺ ഫണ്ടിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ വരുന്നത്. അപ്പോൾ ടൈഫൂൺ ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ള കാര്യം എന്നോട് ഇതിലായിട്ട് ചോദിക്കാത്തത് അറിയണ്ടേന്ന്. ആ സമയം ടോൺഫ ആണെങ്കിൽ ഞാൻ ചോദിക്കണോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നീ ചോദിക്കണം എന്നാലും എനിക്ക് മറുപടി തരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശരി എന്താ കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ആണെങ്കിൽ അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാനായിട്ട് പോവാണ്, എനിക്കറിയാം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുന്നു, പക്ഷേ ഞാനായിട്ട് ബ്രേക്കപ്പ് ആകും മാത്രം ചെയ്യല്ലേ, എന്നെ ഇട്ടിട്ട് പോവല്ലേ, ഞാൻ എത്ര വേണമെങ്കിലും സോറി പറഞ്ഞോളാം പറയുന്നുണ്ട്. ആ സമയം ടോൺഫ ആണെങ്കിൽ നമ്മളിപ്പോൾ ഡേറ്റ് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ ബ്രേക്കപ്പിൻ്റെ കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് പണിഷ്മെൻറ്റ് തരണ്ടേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നതെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഞാനും കാര്യമായിട്ട് തന്നെയാണ് പറയുന്നത്, ഒരിക്കലും ഞാൻ നിന്നെ ബ്രേക്കപ്പ് ചെയ്യത്തില്ല, എന്തുകൊണ്ടെങ്കിലും നിനക്ക് ഞാനോട് ഷെയർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരെ ഫണ്ടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അവിടെ ഫണ്ടിൻ്റെ ഫോട്ടോയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ അതിൻ്റെ മുന്നിലായിട്ട് ഇവനിങ്ങനെ ബൊക്കെയൊക്കെ വെച്ചിട്ട് കരയുന്നുണ്ട്. ആ സമയം ടോൺഫ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ടൈഫൂൺ ആണെങ്കിൽ ഞാൻ ഈ കാര്യത്തിൽ കള്ളം പറഞ്ഞു, ഞാനാണെങ്കിൽ ഇതിൻ്റെ അടുത്ത് ഇത് മറച്ചു വെച്ചു എന്ന് പറയുമ്പോഴത്തേക്കും നീ വിഷമിക്കേണ്ട, എനിക്ക് ഈ സത്യം ഓൾറെഡി അറിയായിരുന്നു, നീ എന്നോട് തുറന്ന് പറയാനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് അവൻ പറയുന്നുണ്ട്. ടൈഫൂൺ അത് കേട്ടിട്ട് അപ്പം നിനക്ക് എന്നോട് ദേഷ്യമില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഇല്ല എനിക്ക് എന്നോട് യാതൊരു ദേഷ്യമില്ല എന്ന് അവൻ തിരിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഫണ്ടിൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ട് ടോൺഫ പറയുന്നുണ്ട് ഇനി നീ പേടിക്കേണ്ട, ടൈഫൂൺ ഞാൻ പൊന്നുപോലെ തന്നെ നോക്കിക്കോളാം, പിന്നെ ഇത്രയും നാൾ നിന്നെ കാണാൻ വരാതിരുന്നതിന് ഐ എം സോറി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഒരു സീരീസിൻ്റെ തുടക്കത്തിൽ ടൈഫൂൺ ആണെങ്കിൽ കടലൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്ക് പോയി നിന്നിട്ടുണ്ടായിരുന്നു. അതേ സെയിം സ്ഥലത്തേക്ക് ഇപ്പോൾ അവർ രണ്ടുപേരും ഒരുമിച്ച് വന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം ടൈഫൂണിൻ്റെ അടുത്തേക്ക് ഫണ്ണ് വന്ന് നിൽക്കുന്നുണ്ട്. അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ടോൺഫ അവിടെ ഉണ്ടായിരുന്നതുമില്ല. ഒരു പക്ഷേ ടൈഫൂൺ കാണുന്നൊരു ഇമാജിനേഷൻ ആയിരിക്കാം. ഫണ്ട് എന്തായാലും അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നീ എന്തായാലും ഇനി നന്നായിട്ട് തന്നെ ഇരിക്കുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം നിനക്ക് പോകാതിരുന്നൂടെ, എൻ്റെ കൂടെ നിന്നൂടെ എന്നിങ്ങനെ ടൈഫൂൺ ചോദിക്കുമ്പോഴത്തേക്കും രണ്ടുപേരും കരയാനായിട്ട് ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. ആ സമയം തന്നെ ടൈഫൂൺ എനിക്കിങ്ങനെ ഒത്തിരി ഇഷ്ടമാണ് ഫണ്ണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഫണ്ണ് അവിടെ നിന്ന് മാങ്ങി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഇമാജിനേഷനിൽ നിന്ന് അവൻ പുറത്തേക്ക് വരുന്ന സമയത്ത് അവൻ ശരിക്കും കരങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് ടോൺഫ എന്ത് പറ്റിയെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കിപ്പോൾ ഫണ്ണിനെ ഫീൽ ചെയ്യാനായിട്ട് പറ്റി, അങ്ങനെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവളിങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, പക്ഷേ ഇത്തവണ വന്നപ്പോഴത്തേക്കും അവൾ ഗുഡ് ബൈ പറയാനാണ് വന്നതെന്ന് പറയുന്നുണ്ട്. ടോൺഫ ഇപ്പോൾ ഒരുപക്ഷെ അവൾക്ക് ഇനി ടെൻഷൻ ആവാനായിട്ട് യാതൊരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിയാണ്, അവൾ ഹാപ്പി ആയിട്ടിരിക്കണമെന്നാണ്
എൻ്റെ ആഗ്രഹം. പക്ഷേ അവളെ ഇനി ഒരിക്കലും കാണാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സൺസെറ്റ് കാണാനായിട്ട് അവർ രണ്ടുപേരും കുറച്ച് മാറി ഒരിടത്തായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം ടൈഫൂൺ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. ടോൺഫ ഇപ്പോൾ അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇതൊക്കെ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടോൺഫ അങ്ങനെയൊക്കെ വിചാരിക്കുമ്പോൾ അത്ര എന്താ തോന്നിയെന്നെങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനാണെങ്കിൽ എപ്പോൾ ഇങ്ങോട്ടേക്കൊക്കെ വന്ന് നിന്നാലും ഞാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ എന്നോട് തന്നെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ നോക്കുന്ന ഇതേ ആകാശത്തിലേക്ക് നീയും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരിക്കുന്നു, പക്ഷേ എനിക്കിപ്പോൾ ഉത്തരം കിട്ടി, കാരണം നമ്മുടെ ഒരു ഒരുമിച്ച് ഈ ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുവാണല്ലോ എന്ന് പറയുന്നുണ്ട്. ടോൺഫയോ അപ്പോൾ അത് ശരിയാണ്, നമ്മൾ ഒരുമിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുവാണെന്ന് പറഞ്ഞിട്ട് ടൈഫൂണിനെ കിസ് ചെയ്യുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻ്റെ ആവുന്നത്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നത് വരെ ബൈ.